ഇതേ അവസാനമായിട്ട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് തരണം. നീ ഇത്രയും കാലം ചോദിച്ചിട്ടും ഒന്നും തന്നില്ലെന്ന് വേണ്ട. 2 രൂപയുണ്ട്, എന്ത് ബിസിനസ് വേണമെങ്കിൽ ചെയ്തു. അച്ഛനെന്താ എന്നെ കളിയാക്കാണോ? നീ എന്താ എന്നെ വിരട്ടിയാണോ? നിനക്ക് ബിസിനസ് ചെയ്ത് മുടിക്കാൻ ഇവിടെ പണമൊന്നും ഇരിപ്പില്ല. അമ്മ ഇതൊന്നും കേൾക്കുന്നില്ലേ? കേട്ടിട്ടെന്താ, എന്റെ കയ്യിലാണ് കാശിരിക്കുന്നത്. ഇന്നലെ തെക്കേ പറമ്പ് വിറ്റ് 1.5 ലക്ഷം രൂപ എടുത്ത് അലമാരി വെച്ച് പൂട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാഞ്ചീപുരം പട്ടുവാണെന്ന് പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. കാഞ്ചീപുരം പട്ട്? നീ കാഞ്ചീപുരം പട്ട് എടുത്തോണ്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോവ്. ഇവിടെ 1.5 ലക്ഷം രൂപ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ ഇവിടെ കാശ് ഇരിപ്പുണ്ടല്ലേ? ആ ഉണ്ട്. എനിക്ക് 50,000 രൂപ ഉടനെ കിട്ടിയേ പറ്റൂ. ഇപ്പൊ സൗകര്യപ്പെടില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവടം. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല. നീ വേണമെങ്കിൽ പോയി മോഷ്ടിച്ചോ, ഞാൻ കേസ് പറഞ്ഞോളാം. അഡ്വക്കേറ്റ് ശങ്കുപിള്ളയ്ക്ക് കേസ് പറയാനേ സ്റ്റാമ്പിന്റെ ചെലവേ ഉള്ളൂ. അപ്പൊ എനിക്ക് കാശ് തരൂല അല്ലേ? നിനക്ക് എന്തിനാടാ ഈ ബിസിനസ്? 3 നേരം ആഹാരം കഴിച്ച് കിടന്നാ പോരെ? അതിനെ വേറെ ആളെ നോക്കണം. ഇന്നു മുതൽ ഈ വീടും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ, കാശ് എന്നുള്ള ബന്ധമൊന്നും വേണ്ട. ഗുഡ് ബൈ. ഗുഡ് ബൈ. എടാ, നിന്റെ അച്ഛൻ വക്കീൽ പണി നിർത്തിന്ന് കേട്ടല്ലോ, നേരാണോ? നേരെ. ഇപ്പൊ ലീഗൽ അഡ്വൈസറാ. ആരുടെ? പുത്തംപുരയിൽ രാമുണ്ണി മേനോന്ന് കേട്ടിട്ടുണ്ടോ? കൊള്ളാം, കേട്ടിട്ടുണ്ടോന്ന്. ഈ സിറ്റിയിലുള്ള പകുതിയിലധികവും ഫാക്ടറികൾ അവരുടെ ഇല്ലയോ? രേവതി ടൈൽസ്, രേവതി ബിസ്ക്കറ്റ്സ്, രേവതി ഫൈനാൻസേഴ്സ്, കുറെ രേവതികളുണ്ട്. ആരാ രേവതി? മേനോന് ഒരു മോനും മോളും ഉള്ളതായിട്ടറിയാം. 2 പേരും പുറത്താ പഠിക്കുന്നേ. ഈ രേവതി മോളായിരിക്കണം. സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. അല്ല, തേങ്ങ പോകുന്ന പിള്ളേ മോശമൊന്നും അല്ല. തേങ്ങ പോകുന്ന പിള്ളയുടെ കയ്യിൽ നിന്ന് ഒരു തേങ്ങ വാങ്ങിക്കാനുള്ള കാശ് എന്റെ ഉണ്ടോ? മോളെ കെട്ടാൻ നടക്കുന്നു. ചെല്ലേ, ഇപ്പൊ കിട്ടും. അതാ ഞാൻ പറഞ്ഞ വേലയുണ്ടെന്ന്. മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവുണ്ണിമേനോന്റെ മോനാന്ന. അതുകൊണ്ടല്ലേ അവള് വളഞ്ഞൊടിഞ്ഞു പോകുന്നത്. പരമദ്രോഹി. കല്യാണം കഴിഞ്ഞ് അവൾ അറിഞ്ഞു പോയാൽ? അറിഞ്ഞു പോയാലല്ല, അറിയും. അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും. പിന്നെ ഒരല്പം ഇടിയും തൊഴിയും ഒക്കെ നടക്കും. അതുപോട്ടെ, എന്റെ കാര്യത്തിലൂടെ നീ ഒരു വഴി പറഞ്ഞ. നീ വീട്ടിൽ കാശ് ചോദിച്ചോ? ചോദിച്ചു. സാമം ദാനം ഭേദം ദണ്ണം എല്ലാം നോക്കി. കേളവൻ ഒരു അനക്കമില്ല. അല്ല, നീ ഇപ്പൊ എന്തോ ചെയ്യണമെന്ന മൂപ്പിൽസ് പറയുന്നത്? മോഷ്ടിക്കാൻ. കൊള്ളാം, നീ അത് ചെയ്താ മതി. ഈ കാലത്ത് അന്തസ്സുള്ള ഒരേ ഒരു ജോലിയാണ് മൂലധനവും വേണ്ട. പിന്നെ ഈ രാമുണ്ണി മേനോന് ഈ നഗരത്തിൽ ഒരു വീടുള്ളതായിട്ട് അറിയാമോ? പോസ്റ്റ് ഓഫീസിനടുത്താ. അവിടെ ആരുണ്ട്? അവിടെ ആരുമില്ല, വീട് നോക്കുന്ന ഒരുത്തൻ മാത്രം. എവിടെ പോയി കിടക്കുവായി പാട്ട് കൊണ്ടാരം? നമുക്ക് പോവാൻ ചിക്കു. എന്ന് പറഞ്ഞാ ഭർത്താവില്ല അങ്ങോട്ട് എന്നാ ചുപ്രം വിട്ട് ഓട്ടിക്കും. ഇയാൾ എവിടെ പോയിരിക്കോ? വല്ല കടത്തിന്റെയും ചുണ്ട് കിടക്കുമായിരിക്കും. എനിക്ക് വരുന്ന ഓരോ ഗതിയോട് നോക്ക്. ഇനി 4 അടുത്ത് പാല് കൊടുക്കേണ്ടതാ. 4 കാശ് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് കരുതി ഏറ്റതാ. ആളെങ്ങനെ ചിക്കു? വിശ്വസിച്ച് താമസിക്കാമോ? അയ്യോ, ആളൊരപ്പാവിയാ. കൊണോണോന്ന് പറ പാട്ട് പാടും. വേറെ ഒരു ഉപദ്രവം ഇല്ല. പോകാം. അല്പം താമസിച്ചുപോയി. പിന്നെ എന്റെ കൂടെ താമസിക്കാൻ വരുന്ന പാർട്ടി ഇതാണോ? അല്ല, എന്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി. ഇയാളോ? നേരത്തെ അറിയോ? അപ്പൊ എളുപ്പമായി. ഇയാളോട് താമസിക്കാൻ എന്നെ കിട്ടൂല. അയ്യോ, ഇവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. നമുക്ക് പോവാം. അപ്പൊ കമ്മീഷനോ? കമ്മീഷൻ 2 ഉണ്ടാ. പോടാ, ഓരോന്നിനെ തപ്പിക്കൊണ്ടുവന്നിരിക്കുന്നു. മനുഷ്യവർഗത്തിൽപ്പെട്ടാണെങ്കിൽ കൂടെ താമസിക്കാം. ഇതൊക്കെ അലമ്പ കേസുകളല്ലേ? ഓ, വലിയ IAS ഓഫീസർ അല്ലേ? ഇതിനൊക്കെ കടത്തിനെ പറഞ്ഞിട്ടുള്ളൂ. ഭാഷോബേ, അപ്പൊ ഞാൻ പോവാട്ടോ. വയ്ക്കോ. അപ്പൊ ഞാൻ പോട്ടാ. വയ്ക്കോ. നില്ല് പോവാൻ വരട്ടെ. നീ എങ്ങോട്ടാ? നാളെ എന്റെ റൂംമേറ്റ് വരും. പിന്നെ ഒന്നുകിൽ ഞാൻ പുറത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ നീ പുറത്ത് നിൽക്കണം. അതിലും ഭേദം തൽക്കാലം എവിടെയെങ്കിലും ഒരു മുറി കിട്ടുന്നതാണ്. വേറൊന്ന് കിട്ടുമ്പോൾ മാറാം. ആലോചിക്കാൻ ഒന്നുമില്ല, സമ്മതിച്ചേരെ. ശരി. ഞാനില്ല. പോ, രാത്രി എവിടെയെങ്കിലും ചുരുവിടും. വല്ലവനെ വിളിച്ചോളി, ചപ്പാത്തി പുരവാക്കും. ഒരു മുറി കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലേ ചെറുക്ക? ഒരു വഴിയുണ്ട്. ഏതെങ്കിലും കടവത്തി പൊളിച്ചാൽ മതി. പോലീസ് പിടിച്ച് അകത്താക്കും. ലോക്കപ്പിലാണേലും എന്താ, കിടക്കാൻ ഒരു മുറിയും സർക്കാർ ഗോതമ്പുണ്ടായില്ലേ? ചെല്ലേ, എനിക്ക് കളിച്ചോണ്ടിരിക്കാൻ നേരെ രാശം വരുന്നേ. വാ, ഇതൊരു തല്ലിപ്പൊളി ഇടപാടായി തീർന്നു. ഞാനും വരാം. ഓ, സമ്മതിച്ചല്ലേ. പോകുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞ് വെറുതെ എന്നല്ലേ ചുപ്രം ചവിട്ടി പുറത്താക്കും. കഴുത്തിലൊരു താലി വേണ്ടേ? ഇതങ്ങോട്ട് കെട്ടിക്കൂടെ? പിന്നെ പൊളിക്കും. തിന്നല്ല പറഞ്ഞത്, കെട്ടാൻ. കണ്ട ആ പോപ്പേന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. ഓ, വരും ജയ്പൂർ രാജകുമാരൻ. ചുന്തരി കോതയല്ലേ,
കണ്ടച്ചാലും മതി. തുടങ്ങി നിർത്തോ, ഇങ്ങനെ ഞാൻ കെട്ടിക്കൊടുക്കാം. പോടാ മോനെ, ചില്ലറ മോഹമൊന്നും അല്ലല്ലോ. ഇങ്ങിതാ. കമ്മീഷന്റെ കാര്യം ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയനെ. കൊള്ളാം അല്ലേടി? ആ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പൊ കഴിഞ്ഞേ. അല്ല, കുറച്ചു നാളെ ആയുള്ളൂ. അതെ അതെ, അതും എനിക്കിഷ്ടപ്പെട്ടു. നിനക്കോ? ആ, എനിക്കിഷ്ടപ്പെട്ടു. അല്ല, ഇന്നത്തെ കാളച്ചന്തയാണ്. എത്ര വണ്ടി വലിച്ചു, എത്ര പാട ഊഴി എന്നൊക്കെ ചോദിക്കും പോലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അല്ല, ഇത് ഭർത്താവ്, ഇത് ഭാര്യ. താക്കോൽ അങ്ങോട്ട് കൊടുക്കണം. എന്റെ കമ്മീഷൻ ഇങ്ങോട്ട് തരണം. മനസ്സിലായോ? ആ, മനസ്സിലായി വരുന്നു. അഡ്വാൻസ് എന്തായാലും ഉണ്ട്. ആ, എന്നാ നിങ്ങൾ പോയി അങ്ങ് താമസം ആരംഭിച്ചോളി. കൗസല്യേ, നീ പോയി ആ മുറിയൊക്കെ ഒന്ന് കാണിച്ചോളൂ. ചെല്ലേ വന്നാട്ടെ. ഇങ്ങോട്ട്. 5 മാസം ആടെ അഡ്വാൻസ്. എന്റെ കമ്മീഷൻ അത് അടുത്ത മാസത്തെ പാലിന്റെ കാശ് വരുമ്പോ കൂടെ തരാം. എടാ പിന്നെ ഈ 4 ആള് കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്പറിന്റെ അടുത്ത് വേണ്ട. ആപ്പടെ പൊടിടപ്പീട് അത്ര ഉള്ളൂ. അവന്റെ ഒരു ആളാവക്കം. നീ ആടാ ഡിസ്ട്രിക്ട് കളക്ടറോ അത് മനസ്സിലായിട്ടോ? ഇവിടെ ആരുമില്ലേ? പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഇവിടെ ആരുമില്ലേ? വീട് വാടകയ്ക്ക് കൊടുക്കുന്നു കേട്ടു. ശരിയാണോന്നറിയാമെന്നാ? ശരിയല്ല. നമ്മളാരാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? ഹ, ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ? അയാളോടില്ലേ? എന്താ കാര്യം? അല്ല, അയക്കൊരല്പം കാശ് കിട്ടുന്ന കാര്യമാ. അയ്യോ, ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ. സാർ അകത്തോട്ട് വരണം. വരണം സാർ, വരണം. ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ. സാറിന് വിശ്വാസം വരുന്നില്ലേ? ഓ, അത് ശരി. ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവാമി യുഗേ. വരണം സാർ. ഇരുന്നാട്ടെ. ഒരു 100 ഒഴിക്കട്ടാ? വേണ്ട, എന്നാ ഞാൻ ഒഴിച്ചോട്ടെ. വെള്ളം ഒഴിക്കത്തേ ഇല്ലേ? മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന. മുതലാളി വന്നിട്ട് വേണ്ടേ അതിഥികൾ വരാൻ. ഓ, പിന്നെ ഇതിവിടെ ഇരുന്ന് പുളിച്ചു പോകുമല്ലോ എന്ന് കരുതി ഞാൻ സ്വപ്പം സ്മാൾ അടിക്കും. കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും. അങ്ങനെ ആയി ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ, മദ്യമില്ല. പിന്നെന്തിനാ ഞാൻ വെള്ളം ചേർക്കുന്നത്? ചെല്ലപ്പൻ ആള് കൊള്ളാമല്ലോ. ഓ, അതൊന്നും അല്ല സാർ. സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ. സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ? ചെല്ലപ്പനോട് ഒറ്റയ്ക്കല്ലേ താമസം? അതെ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ്. കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നോളൂ. പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരല്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാ. ഏതായാലും ഇതിരിക്കട്ടെ. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. ജീവിക്കണ്ടേ സാർ? അപ്പോ നാളെ മുതൽ രാമുണ്ണിമേനോന്റെ മോനോട് താമസിക്കാൻ വരുന്നു. അയ്യോ, അതായത് ഞാൻ